ലഡ്ക ലഡ്കെ. പക്ഷേ ലഡ്കി ലഡ്കിയാ, പുസ്തക് പുസ്തകേ. ഇങ്ങനെ വാക്കുകൾ എന്തുകൊണ്ടാണ് മാറുന്നത്? ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകവചൻ, ബഹുവചൻ, വചൻ മാറ്റുന്ന നിയമങ്ങൾ, പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു വ്യക്തിയോ വസ്തുവോ ഒന്നാണോ അതിലധികമാണോ എന്നറിയിക്കുന്ന വാക്കിൻ്റെ രൂപത്തെയാണ് വചൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ലഡ്ക ഒരു ആൺകുട്ടി, ലഡ്കെ പല ആൺകുട്ടികൾ, പുസ്തക് ഒരു പുസ്തകം, പുസ്തകേ പല പുസ്തകങ്ങൾ. ഇവിടെ എണ്ണം മാറുമ്പോൾ വാക്കിൻ്റെ രൂപവും മാറും. ഇതിനെയാണ് വചൻ എന്ന് പറയുന്നത്. അപ്പോൾ വചൻ 2 ടൈപ്സിൻ്റെ ഉണ്ട്: ഏകവചൻ, ബഹുവചൻ. ഒരു വ്യക്തി, വസ്തു, മൃഗം അല്ലെങ്കിൽ സ്ഥലം മാത്രം സൂചിപ്പിക്കുന്ന വാക്ക്, അതാണ് ഏകവചൻ. ലഡ്ക, ലഡ്കി, പുസ്തക്, കമറ, വിദ്യാലയ ഇവയെല്ലാം ഏകവചനാണ്. ഒന്നിൽ കൂടുതൽ ആളുകളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അതാണ് ബഹുവചൻ. ലഡ്കെ, ലഡ്കിയാ, പുസ്തകേ, കമറേ, വിദ്യാലയോ. വചൻ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വരുന്ന ഏറ്റവും വലിയ കൺഫ്യൂഷൻ ലഡ്ക ലഡ്കയാകുന്നു. പക്ഷേ കഥ കഥായേ രണ്ടും ആയിൽ അവസാനിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് മാറ്റം വ്യത്യാസം? ഇത് നമുക്ക് വചൻ്റെ റൂൾസ് പഠിച്ചാൽ മനസ്സിലാകും. ആദ്യം ആകാരാന്ത് പുല്ലിംഗ്, ആ വെച്ചുണ്ടാവുന്ന വേർഡ്സ്. പുല്ലിംഗ് ആയിട്ടുള്ള ആയിൽ അവസാനിക്കുന്ന വേർഡ്സ്: ലഡ്ക ലഡ്കെ, ഘോഡ ഘോഡെ, ബേട്ട ബേട്ടെ, കമറ കമറെ. ഈകാരാന്ത് സ്ത്രീലിംഗ്, ഈയിൽ അവസാനിക്കുന്ന വാക്കുകൾ. ഈയിൽ വരുവാണെങ്കിൽ അത് ഈയാ എന്ന് ചേർക്കണം. ലഡ്കി ലഡ്കിയാ, നദി നദിയാ, ചിടിയ ചിടിയാ. ആകാരാന്ത് സ്ത്രീലിംഗ് ശബ്ദ്, ആയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ് ആയിട്ടുള്ള വേർഡ്സ്, അത് ഏ വെച്ചിട്ട് എണ്ടാവണം. എക്സാമ്പിൾ: കഥ കഥായേ, ലത ലതായേ, ഭാഷ ഭാഷായേ. വ്യഞ്ജനാന്ത് സ്ത്രീലിംഗ്, വ്യഞ്ജനാന്ത് എന്ന് പറഞ്ഞാൽ വ്യഞ്ജൻ വെച്ച് അവസാനിക്കുന്ന വേർഡ്സ്. പുസ്തക് ആങ്ക്, പുസ്തക് കാ വെച്ചുണ്ടാവുന്നു, ആങ്ക് ഖ വെച്ചുണ്ടാവുന്നു. അപ്പോൾ പുസ്തക് പുസ്തകേ, ആങ്ക് ആഖേ. വ്യഞ്ജൻ വെച്ച് അവസാനിക്കുന്ന എല്ലാ സ്ത്രീലിംഗിൽ ഏ ചേർക്കണം. ചില വാക്കുകൾ ബഹുവചനായാലും ഏകവചനായാലും സെയിം ആയിരിക്കും. എക്സാമ്പിൾ: പാനി, ദൂധ്, ഘീ, സോന. ആകാരാന്ത് റൂളിൽ 2 ടൈപ്സ് ഉണ്ട്: ആകാരാന്ത് സ്ത്രീലിംഗ്, ആകാരാന്ത് പുല്ലിംഗ്. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? വേർഡ് പുല്ലിംഗ് ആണോ സ്ത്രീലിംഗ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു വേർഡ് പുല്ലിംഗ് ആണ്, പിന്നെ അത് ആയിൽ എണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എ ചേർക്കണം. എക്സാമ്പിൾ: ലഡ്ക. അപ്പോൾ ലഡ്ക ആ വെച്ച് ഉണ്ടാവും, ലഡ്ക. അപ്പോൾ ലഡ്ക ബിക്കംസ് ലഡ്കെ, ബേട്ട ബേട്ടെ, ഘോഡ ഘോഡെ. ഏതെങ്കിലും വേർഡ് സ്ത്രീലിംഗ് ആണ്, പിന്നെ അത് ആയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഏ ചേർക്കണം. കഥ കഥായേ, ലത ലതായേ, ഭാഷ ഭാഷായേ. ഇനിയൊരു ക്വിക്ക് റിവിഷൻ നടത്താം. ഏകവചൻ ലഡ്ക, ലഡ്കെ ബഹുവചൻ, ബേട്ട ബേട്ടെ, ഘോഡ ഘോഡെ, ലഡ്കി ലഡ്കിയാ, നദി നദിയാ, കഥ കഥായേ, ഭാഷ ഭാഷായേ, പുസ്തക് പുസ്തകേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വചൻ എന്താണ്, ഏകവചൻ, ബഹുവചൻ, പുല്ലിംഗ് സ്ത്രീലിംഗ് ട്രിക്ക്, ലഡ്ക ലഡ്കെ, കഥ കഥായേ, ലഡ്കി ലഡ്കിയാ. ഇനി വചൻ ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല.